15-ാമത്തെ വിഷയം ഇജ്തിഹാദിയായ വിഷയങ്ങൾ തമ്മിത്തില്ല. എന്നിട്ട് നേർ വിപരീതമായിട്ട് എന്ത് ചെയ്യുക? ഇജ്തിഹാദിയായ വിഷയങ്ങൾ കൂട്ടത്തല്ലും പള്ളിയിൽ നിന്ന് പുറത്താക്കലും സലാം പറയാതിരിക്കലും ബന്ധവിച്ഛേദനം ഒക്കെ നടത്തുക. അവർ ഏറ്റവും അവസാനമായി ഹിലാലിന്റെ വിഷയത്തിലാണ് അവർ തമ്മിൽ തല്ലിയത്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എല്ലാവർക്കും സാക്ഷിയാണ് നിങ്ങൾ തമ്മിൽ തല്ലിയിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ നിഷേധിച്ചോളൂ, നമ്മൾ തല്ലിയിട്ടില്ലെന്നോ എന്ത് വേണം പറഞ്ഞു. പക്ഷേ ഹിലാലിന്റെ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലിയ കാര്യം കേരളത്തിൽ അറിയപ്പെട്ടതാണ്. സലഫിയത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്ന സലഫിയത്തിനെ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം നിങ്ങൾ ഹിലാലിന്റെ വിഷയത്തിൽ തമ്മിൽ തല്ലിയിട്ടില്ലേ? ഹിലാലിന്റെ വിഷയത്തിൽ അവർ അല്ലേ ഉണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിലാലിന്റെ വിഷയത്തിൽ ഇവരുടെ തമ്മിൽ തല്ല്. അപ്പോൾ അതെന്താണ്? അതും എവരുടെയും നമ്മളുടെയും വ്യത്യാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു പ്രശ്നത്തിനുണ്ടായി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധമില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണിത്. ഇത് പണ്ഡിതന്മാരിൽ നിന്ന് ബന്ധമില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റൊരു വിഷയമാണ് ഈ ഒരു പ്രശ്നം. ഇത്യാദി വിഷയങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുക, അതിൻ്റെ പേരിൽ ബന്ധവിച്ഛേദം നടത്തുക തുടങ്ങിയുള്ള കാര്യം.